20 വർഷങ്ങൾക്കിടയിൽ ജനകീയ വോട്ട് നേടി യു.എസിൽ വിജയിച്ച ആദ്യ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ്. ഊഹാപോഹങ്ങൾക്കൊടുവിൽ ട്രംപ് അധികാരത്തിലേറുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ബാക്കിയാണ്. ഏതൊക്കെ മേഖലകൾക്ക് അനുകൂലമാണ് ട്രംപിന്റെ വിജയം, അതുപോലെ തന്നെ പ്രതികൂലമായി ഏതൊക്കെ മേഖലയെ ഈ വിജയം ബാധിക്കും, വിശദമായി തന്നെ നോക്കാം. ആദ്യം തന്നെ രണ്ടാം വരവിനെ ട്രംപിനെ സഹായിച്ച ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് വധശ്രമമാണ്. ജൂലൈയിൽ പെൻസിൽവേനിയയിൽ റാലിക്കിടെ ഒരു ബുള്ളറ്റ് ചെവിയിൽ ഉരസി കടന്നുപോയി. സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ വധശ്രമത്തിൽ നിന്ന് അതിജീവിച്ചതുകൊണ്ട് തന്നെ ട്രംപിന്റെ കരുത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം വന്നു. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ശതകോടീശ്വരനാണ്, സാധാരണ ജനങ്ങൾക്ക് എത്തിപ്പെടാനാവാത്ത ആളാണ് ട്രംപ് എന്ന വാദത്തിന് ബദലായുള്ള പ്രചാരണ തന്ത്രങ്ങളാണ് നടപ്പിലാക്കിയത്. മാക്ഡൊണാൾഡ്സിന്റെ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു, മാലിന്യം ശേഖരിക്കുന്നു. ഇതെല്ലാം തന്നെ സാധാരണക്കാരൻ എന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ട്രംപിനെ സഹായിച്ചു. മൂന്നാമതെന്ന് പറയുന്നത് അമേരിക്ക ആദ്യം എന്ന സാമ്പത്തിക നയ പ്രഖ്യാപനവും ട്രംപിന് മുന്നേറ്റം നൽകുന്നതായിരുന്നു. സാധാരണക്കാർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പു നൽകി. ഇവയെല്ലാം ജനകീയ വോട്ട് സമ്പാദിക്കാൻ ട്രംപിനെ സഹായിച്ചു. ഇനി ഈ വിജയം കൂടുതൽ ബാധിക്കുന്നത് എന്തിനെയായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തന്നെയാണ്. കാരണം സൈനികമായി യു.എസിനെ കൂടുതൽ ശക്തമാക്കും, എന്നാൽ യുദ്ധം അജണ്ടയിലില്ല എന്നും യുദ്ധം തുടങ്ങാനല്ല അവസാനിപ്പിക്കാനാണ് ആഗ്രഹം എന്നുമാണ് വിജയപ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈനുള്ള പിന്തുണ യു.എസ് പിൻവലിക്കാനാണ് സാധ്യത. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. രണ്ടാമത് ബാധിക്കുന്നത് ചൈനയാണ്. അമേരിക്കയുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് ചൈന എന്നാണ് ട്രംപ് വിലയിരുത്തുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് യു.എസിലേക്കുള്ള ചൈനീസ് ചരക്കുകളുടെ ഒഴുക്ക് തടയാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട്. ചൈനയ്ക്ക് മേലുള്ള താരിഫ് ഏകദേശം 60% വരെയാകാമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. യു.എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഇരു രാജ്യങ്ങൾക്കും ദോഷകരമാകും എന്ന് മാത്രമല്ല, ലോക വ്യാപാരത്തെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുള്ളതാണ്. മൂന്നാമത് ബാധിക്കുന്നത് ഇസ്രയേൽ ഗാസ യുദ്ധത്തെയാണ്. കമല ഹാരിസ് ഇസ്രയേൽ ഗാസയോട് കാണിക്കുന്ന ക്രൂരതയെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ ട്രംപിന് താല്പര്യം ഇസ്രയേലിനോടാണ്. ഇസ്രയേലിനെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന നിലപാടാണ് ട്രംപിന്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ വലിയ വഴിത്തിരിവായിരിക്കും ട്രംപ് അധികാരത്തിലേറുന്നതോടെ സംഭവിക്കാൻ പോകുന്നത്. ഈ മാറ്റങ്ങൾക്ക് പുറമെ അദ്ദേഹത്തിന് എതിരെയുള്ള ക്രിമിനൽ കേസുകൾക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുകൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. എഡൽസോളി ചലച്ചിത്ര നടി സ്റ്റോമി ഡാനിയൽസിന് $130,000 നൽകിയത് മറച്ചുവെക്കാൻ ബിസിനസ് രേഖകളിൽ കൃത്രിമം കാണിച്ചതാണ് ട്രംപിനെതിരെയുള്ള ആദ്യത്തെ കേസ്. ഒരു പക്ഷേ മുൻ അല്ലെങ്കിൽ നിലവിലെ യു.എസ് പ്രസിഡന്റിനെതിരായ ആദ്യത്തെ ക്രിമിനൽ കേസാണിത്. 2016 വൈറ്റ് ഹൗസിലേക്കുള്ള മത്സരത്തിന് മുൻപ് ട്രംപുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതായി ഡാനിയൽസ് അവകാശപ്പെട്ടതിനെ കുറിച്ച് മൗനം പാലിക്കാനാണ് ഈ പണം ഉപയോഗിച്ചതെന്നാണ് ആരോപണം. കൂടിക്കാഴ്ച നിഷേധിച്ച ട്രംപ് ഇക്കാര്യത്തിൽ തന്റെ നിലപാട് നിലനിർത്തുകയും ചെയ്തു. ABC ന്യൂസിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നവംബറിൽ വിചാരണ തുടരും. എന്നിരുന്നാലും പുതിയ സാഹചര്യം ജഡ്ജി മെർച്ചന്റെ തീരുമാനത്തെ സ്വാധീനിക്കുമെന്ന് ബാസ്റ്റൺ കോളേജ് ലോ പ്രൊഫസർ ജെഫ്രി കോഹൻ പറയുന്നു. മെർച്ചൻ ഒരു ദിവസത്തെ പ്രൊബേഷൻ പോലുള്ള ലഘുവായ ശിക്ഷ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ട്രംപ് അധികാരമൊഴിയുന്നതുവരെ ശിക്ഷ വൈകിപ്പിക്കുവാനോ തീരുമാനിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജോർജിയയിലെ 2020 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിക്കാൻ നിയമവിരുദ്ധമായി ശ്രമിച്ചതാണ് ട്രംപിനെതിരെയുള്ള രണ്ടാമത്തെ കേസ്. ജോർജിയയിലെ ഫുൾട്ടൺ കൗണ്ടിയിൽ ട്രംപിന്റെ ക്രിമിനൽ കേസ് ജൂൺ മുതൽ നിർത്തിവെച്ചിരിക്കുകയാണിപ്പോൾ. കൂടാതെ യു.എസിനെ കബളിപ്പിക്കാനുള്ള ഗൂഢാലോചന, ഔദ്യോഗിക നടപടി തടസ്സപ്പെടുത്താൻ ശ്രമിക്കൽ, അവകാശങ്ങൾക്കെതിരായ ഗൂഢാലോചന എന്നിവയുൾപ്പെടെ 2020 തിരഞ്ഞെടുപ്പ് ഫലത്തെ ദുർബലപ്പെടുത്തിയതിന് ഡൊണാൾഡ് ട്രംപിനെതിരെ 4 ഫെഡറൽ കുറ്റങ്ങളാണുള്ളത്. ആരോപണം രാഷ്ട്രീയ നീക്കമാണെന്നാണ് ട്രംപ് പറയുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ജഡ്ജി ടാനിയ ചുട്കാൻ കേസിന്റെ നടപടികളുടെ ഗതി നിർണ്ണയിക്കുന്നതിനാൽ തന്നെ പ്രത്യേക അഭിഭാഷകൻ സ്മിത്ത് കൊണ്ടുവന്ന ഈ ആരോപണങ്ങൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ട്രംപിനെതിരെ ചുമത്തിയ 4 ക്രിമിനൽ കേസുകളിൽ ഒന്നാണ് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് കേസ്.
രഹസ്യ വിവരങ്ങൾ സൂക്ഷിക്കൽ, നീതി തടസ്സപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ ഒന്നിലധികം കുറ്റങ്ങൾ ചുമത്തി കഴിഞ്ഞ വർഷം അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. ജൂലൈയിൽ US ജില്ലാ ജഡ്ജി എലീൻ കാനൻ പ്രതിഭാഗം അഭിഭാഷകരുടെ പക്ഷം ചേർന്നതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരായ രഹസ്യരേഖാ കേസ് ജൂലൈ 15 തള്ളിപ്പോകുകയും ചെയ്തിരുന്നു. ഈ കേസിൽ വൈറ്റ് ഹൗസിലെ കാലാവധി പൂർത്തിയായ ശേഷവും നിരവധി രഹസ്യരേഖകൾ നിയമവിരുദ്ധമായി കൈവശം വെച്ചതായും ആ ഫയലുകൾ വീണ്ടെടുക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതായും ട്രംപിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 2022 ഓഗസ്റ്റിൽ മുൻ US പ്രസിഡന്റിന്റെ മാർ എ ലാഗോ എസ്റ്റേറ്റിൽ നടത്തിയ പരിശോധനയിലാണ് രേഖകൾ കണ്ടെടുത്തത്. എന്ത് തന്നെ ആയാലും ട്രംപ് വിജയിച്ച സാഹചര്യത്തിൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളെല്ലാം തന്നെ തള്ളിക്കളയാനാണ് സാധ്യത. എന്നിരുന്നാലും പരാജയപ്പെട്ടെങ്കിൽ പോലും പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ് കമല ഹാരിസ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ഫലം അംഗീകരിക്കുക എന്നതാണ് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്ന്. തിരഞ്ഞെടുപ്പ് ഫലം നമ്മൾ അംഗീകരിക്കണമെന്ന് അനുയായികളോടായി കമല ഹാരിസ് പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പ്രചാരണ വിഷയങ്ങളിൽ ഊന്നിയുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ല. അമേരിക്കക്കാർക്ക് അവരുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും കൈവരിക്കാനാകുന്ന ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഉപേക്ഷിക്കില്ല എന്നും കമല ഹാരിസ് പറഞ്ഞിട്ടുണ്ട്.